മലയാളികൾക്ക് അഭിമാനമായ മഹാനടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർക്ക് ഒരാവേശമാണ്. 19 വർഷങ്ങൾക്കു ശേഷം 2026 അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു. പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലൂടെ ഹിറ്റ് സംവിധായകൻ മഹേഷ് നാരായണനാണ് പാട്രിയറ്റ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ, കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഏപ്രിൽ 23-നാണ് ആഗോളതലത്തിൽ പാട്രിയറ്റ് റിലീസിനെത്തുന്നത്. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചെത്തുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. ഇനി കൗതുകമുള്ള മറ്റൊരു സംഗതി പറയാം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച് 1998 പുറത്തുവന്ന സിനിമയായ ഹരികൃഷ്ണൻസുമായി പാട്രിയറ്റിന് ചില സാമ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയാണ് പ്രേക്ഷകർ. അന്ന് ഹരികൃഷ്ണൻസ് വൻ ഹിറ്റായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ ഇവർ രണ്ടുപേരും ഇരു സിനിമകളിലുമുണ്ട്. എന്നാൽ ഇവരെ കൂടാതെ മറ്റു 2 പേർ കൂടി ഹരികൃഷ്ണൻസിലും പാട്രിയറ്റിലും ഒന്നിക്കുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനും രാജീവ് മേനോനും. അതായത് മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, രാജീവ് മേനോൻ ഇവർ 4 പേരും ഹരികൃഷ്ണൻസിലും പാട്രിയറ്റിലും ഉണ്ട്. സംഭവം ആരാധകരുടെ ഒന്നൊന്നര കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഇത്. മറ്റൊരു മൾട്ടി സ്റ്റാർ സിനിമയായ 2020 ആയിരുന്നു ഏറ്റവും ഒടുവിലായി റിലീസായ മമ്മൂട്ടി മോഹൻലാൽ കോംബോ ചിത്രം. 2008 ജോഷിയുടെ സംവിധാനത്തിൽ. 19 വർഷങ്ങൾക്കു ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിർഭയമായ ശബ്ദങ്ങളുടെ കരുത്ത് പകർന്നു നൽകുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് സിനിമയുടെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. പാട്രിയറ്റിൽ അഭിനയിക്കുന്ന 6 കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ നേരത്തെ പുറത്തു വന്നതാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കൂടാതെ നയൻതാര, രാജീവ് മേനോൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളാണ് റിലീസ് ചെയ്തത്. മലയാളത്തിൽ ഇന്നേ വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതും. ബിഗ് ഗെയിംസിന് പുറമെ യുവതാരങ്ങൾ ഉൾപ്പെടെ വൻ താരനിര തന്നെ പാട്രിയറ്റിൽ ഒന്നിക്കുന്നുണ്ടെന്നത് വലിയ പ്രത്യേകതയാണ്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സ്പൈ ത്രില്ലറുകളിലൊന്നാകും പാട്രിയറ്റ് എന്നാണ് സൂചന. സിനിമയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം.